ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വെറുതെ അല്ല സുകുമാരി അങ്ങനെയൊക്കെ പറഞ്ഞത്. അവരെന്താ പറഞ്ഞത്? അവരെന്നെ കുറിച്ച് എന്താ പറഞ്ഞെന്ന്? എന്താ പറഞ്ഞെന്ന് നിങ്ങളാരും പറയണ്ട, ഞാൻ തന്നെ ചോദിക്കാം അവരോട്. നിക്കടാ അവിടെ. നീ ഇതെങ്ങോട്ടാ പോന്നേ? സുകുമാരി മുത്തശ്ശിയെ കാണാൻ. കണ്ടിട്ട് അവരെന്ത് കള്ളമാണ് പറഞ്ഞെന്ന് ചോദിക്കണം. എന്നിട്ട് അവരെ ഇപ്പൊ പുറത്താക്കണം. പോടാ. അതിനൊന്നുള്ള ധൈര്യം വരുന്നില്ല. താനൊന്ന് പോടോ. കൂടുതൽ വന്ന് അവര് പോയി പരാതി കൊടുക്കാറിയും. എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. എന്നാ മുറിയിലേക്ക് പോണ്ട, അവരവിടെ ഇല്ല. അവരോടെ പോയി പോയി പോയി. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? എടാ, ഞങ്ങള് നിന്നെ ഒന്ന് മൂപ്പിച്ചതല്ലേ. സുകുമാരിയും പ്രിയങ്കയും ഇവിടുന്ന് ഇറങ്ങിയതല്ല, ഇറക്കി വിട്ടു. മുത്തശ്ശി വെറുതെ മനുഷ്യൻ പറഞ്ഞ് കൊതിപ്പില്ല കേട്ടോ. അവരെങ്ങനെ ഇറങ്ങിപ്പോകുന്ന ടൈപ്പൊന്നും അല്ലല്ലോ. സത്യമാ പറഞ്ഞത്. വരുൺ ഇവിടെ നടന്നതൊക്കെ ഒന്ന് അറിയണം. സാറേ, മുമ്പ് പ്രിയങ്കയെ ചികിത്സിച്ചിരുന്ന ഡോക്ടറില്ലേ, ആ ഡോക്ടർ തന്നെ പ്രിയങ്കയെ ചികിത്സിക്കാൻ സാറൊന്ന് പറയുമോ? സാറേ, ഇല്ലെങ്കിൽ വലിയ കുഴപ്പാ. കാര്യങ്ങളൊക്കെ സാറിനോടും ഗൗതം മോനോടും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. പ്രിയങ്കമ്മോളുടെ കൂടെ ഞാൻ മാത്രമല്ല, കണിമംഗലത്ത് നിന്ന് ജയഭാരതിയും പ്രിയങ്കയുടെ ചേച്ചി രാധികയുണ്ട്. കള്ളി പൊളിഞ്ഞതാ സാറേ. സാർ എങ്ങനെയെങ്കിലും ആ പഴയ ഡോക്ടറോടൊന്ന് പറ, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. ശ്യാമ മേഡം പറഞ്ഞതനുസരിച്ച് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സുധയെ കൊണ്ട് ഞാൻ ആ കുട്ടിയെ പരിശോധിപ്പിച്ചു. അതിൽ നിന്ന് എനിക്കൊരു കാര്യം വ്യക്തമായി. ആ കുട്ടി പ്രഗ്നന്റ് അല്ല. സൂര്യ, പിടിച്ച് രണ്ടിനെ ഗേറ്റിന് വെളി കൊണ്ട് തള്ളടാ. എന്റെ ദൈവമേ, ഇന്ന് ഇത്രയും നേരം കൊണ്ട് ഇത്രയൊക്കെ സംഭവിച്ചൂടെ? ഇന്ന് നല്ല മുഹൂർത്തമായിരുന്നു, അത് എല്ലാം കൂടി ഒത്തുവന്നു. രാധിക, സത്യം പറ. കുറച്ചു മുമ്പ് എന്നെ കളിപ്പിച്ച പോലെ ഇതും കളിപ്പിക്കാൻ വേണ്ടി ഒന്നും അല്ലോ.